പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം 4-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല നിലവിളിയോട് കൂടി ആരംഭിക്കുന്ന ഒരധ്യായമാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ആ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട ദൈവത്താൽ നിയോഗിതനായ ദൈവത്താൽ പ്രവാചകനായ ദൈവം പ്രവചനം ഏൽപ്പിച്ച എലീശയോട് നിലവിളിക്കുക. സ്തോത്രം. ഇന്നത്തെ പ്രവാചകന്മാരും അന്നത്തെ പ്രവാചകന്മാരുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാൻ ഞാൻ വിവരിക്കുന്നില്ല. അന്നത്തെ പ്രവാചകന്മാരോട് അവരുടെ മുമ്പിൽ ഒരാൾ സങ്കടത്തോടു കൂടി ചെന്ന് നിലവിളിക്കുമ്പോൾ അതിന് മറുപടി ദൈവം കൊടുത്തിരുന്നു, അത്ഭുതങ്ങൾ ചെയ്തിരുന്നു. അത് വേദപുസ്തകം രേഖപ്പെടുത്തി. എന്നാൽ ഇന്നത്തെ പ്രവാചകന്മാരൊരിക്കൽ വന്ന് നിലവിളിച്ചാൽ യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. പ്രയോജനം എല്ലാവരെയും അല്ല, ചിലരുടെ കാര്യമാണ്. എന്നാൽ ചില പ്രവാചകന്മാർ പ്രാർത്ഥിച്ചാൽ അതുപോലെ നടക്കാറുമുണ്ട്. എലീശ ഒരിക്കലും പണത്തിന് വേണ്ടിയല്ല പ്രവചന ശുശ്രൂഷ ചെയ്തത്. സ്ഥാനമാനങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും പ്രശംസയ്ക്കും വേണ്ടി മറ്റുള്ളവനേക്കാൾ ഞാൻ വലിയ പ്രവാചകനാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടും ദൈവത്തെക്കാൾ ഉന്നതനാകാൻ വേണ്ടിയൊന്നും അല്ല എലീശ പ്രവചന ശുശ്രൂഷ ചെയ്തത്. ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്ന താഴ്മ ധരിച്ച് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ സ്വയം പുകഴ്ചയോടെ, സ്വയത്വത്തോടെ, അഹങ്കാരത്തോടെ, ഹുങ്കാരത്തോടെ, ജ്ഞാനെന്ന ഭാവത്തോടെ പണത്തിനും പ്രതാപത്തിനും വേണ്ടി പ്രവചന ശുശ്രൂഷയെ അതൊരു വ്യാപാരമാക്കി കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ നിന്നുപോയെന്നുള്ളതാണ്. രക്തം ചെയ്യണം. ഞാൻ ഭാഗം കൊണ്ട് നിർത്തം, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ നാം വായിച്ച ദൈവത്തിന്റെ വചനത്തിൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരു എലീശയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രവാചകന്റെ കുടുംബത്തെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുക. രക്തം ചെയ്യണം. ആ പ്രവാചകന്റെ പേരെന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അവന്റെ ഭാര്യയുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. മക്കളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പേര് വെളിപ്പെടുത്താത്ത, പേര് രേഖപ്പെടുത്താത്ത അനവധി ആളുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെയും കാണുന്ന പ്രവാചകന്റെയും പ്രവാചകന്റെ ഭാര്യയുടെയും അവരുടെ മക്കളുടെയും പേര് രേഖപ്പെടുത്തിയില്ലെങ്കിലും ആ കുടുംബം അറിയപ്പെടാത്ത കുടുംബമായിരുന്നിട്ടും, ആ കുടുംബം പൊതുവിൽ സമൂഹത്തിന് അറിയപ്പെടാത്ത കുടുംബമായിരുന്നിട്ടും അല്ലൊരു ആ ദൈവം ആ ഭവനത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ തീരുമാനിക്കുക. ആരാരും അറിയുന്ന കുടുംബമല്ല എങ്കിലും ദൈവം ഇവിടെ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. പ്രവാചകന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ എന്ന് 1-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്. ഇത് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങളെ ഒരു പക്ഷേ ലോകം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്റെ ഭവനത്തിനകത്തൊരു അത്ഭുതം ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ദൈവം അത് ചെയ്യും കേട്ടോ. പ്രയോജനം. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയായതുകൊണ്ട്, അവൻ അത്ഭുതം ചെയ്യുന്നവൻ, വീര്യപ്രവർത്തികൾ ചെയ്യുന്നവനായതുകൊണ്ട് കുടുംബത്തിന്റെ ഏത് വിടുതലുകളും ദൈവം നൽകുവാൻ വിശ്വസ്തനാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന എല്ലാവരെയും, ഒരു യാചകന്റെ ആവശ്യം തൊട്ട് കോടാനുകോടി രൂപയുടെ അധിപനായി ജീവിക്കുന്ന കോടീശ്വരന്മാരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. ആരാലും അറിയപ്പെടാത്ത ഈ പ്രവാചകന്റെ വീട്ടിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആരാലും അറിയപ്പെടാത്ത നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ വേദന മാറ്റുവാൻ, നിന്റെ സങ്കടം മാറ്റുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്ത് നിന്ന് നിന്റെ കഷ്ടതയെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരെ പോലെ ആമൻ അവരുടെ ജീവിതത്തിന്റെ കഷ്ടത പോലെ കഷ്ട സഹിക്കുന്നതിൽ വീടുകളുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുക. അങ്ങനെ കഷ്ടം സഹിക്കുന്ന ഭവനത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. രക്തം ചെയ്യും വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്.
ഈ വചനം നിന്റെ കുടുംബത്തിന് വിടുതലാകട്ടോ. ഈ വചനം നിന്റെ ജീവിതത്തിന് അനുഗ്രഹമാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാ. നിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരമാ. ലോകം നിന്നെ അറിഞ്ഞില്ല, വീട്ടുകാർ നിന്നെ അറിഞ്ഞില്ല, സ്വന്തക്കാർ നിന്നെ അറിഞ്ഞില്ല, സഭ നിന്നെ അറിഞ്ഞില്ല, സഭയുടെ ഇടയൻ നിന്നെ അറിഞ്ഞില്ല, നിന്റെ ചുറ്റുവട്ടത്തുള്ള ആരും നിന്നെ അറിഞ്ഞില്ല, നിന്റെ സമുദായം നിന്നെ അറിഞ്ഞില്ല, നിന്റെ കൂട്ടുകാർ നിന്നെ അറിഞ്ഞില്ല, നീ സ്നേഹിച്ചവര്, നിന്റെ ഉറ്റവരും ഉടയവരും ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പ്രവാചക ശിഷ്യന്റെ കുടുംബത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവൻ യഹോവഭക്തനായി ജീവിച്ചവനാണെന്ന് ദൈവം അവൻ രേഖപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി ആ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ ദൈവം അവിടെ ഏലിശയെ നിയോഗിക്കുകയാണ്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നിന്റെ ഭവനത്തിലേക്ക് ചില ദൈവത്തിന്റെ ദാസിമാരെ അയക്കും. എന്തിന്? നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അത് നിനക്ക് വേണ്ടി ചില അത്ഭുതമായി എൻ്റെ ദൈവം നിന്റെ ഭവനത്തിനകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അത് നിന്റെ ഭവനത്തിനകത്തേക്ക് യേശു കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ഭവനം യേശുവിന് വേണ്ടി തുറക്കപ്പെടണം. രക്തം ചെയ്യാം. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ആ പ്രവാചകന്റെ മരണത്തിന് ശേഷം ആ കുടുംബത്തിൽ കടം വലിയ പ്രശ്നം നേരിട്ടു. അവർ ജീവിച്ചിരുന്നപ്പോൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തിക്കാണും. പക്ഷേ പ്രവാചകൻ മരിച്ചുകൊണ്ട് ആ കടം വീട്ടുവാൻ അവന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ മക്കളെയും കൂടെ പിടിച്ച് അടിമയാക്കുവാൻ വന്നപ്പോൾ അവളുടെ ഹൃദയം പൊട്ടി. മക്കളെയും കൂടെ അടിമയാക്കി കഴിഞ്ഞാൽ ഞാൻ ഏകനായി മാറും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിലവിളി. ഹല്ലേലൂയ. അപ്പൊ ആ പ്രശ്നം അല്ലെങ്കിൽ വല്ലാതെ അവളെ വിഷമിച്ചു. ആ കടം എന്ന് പറയുന്ന വിഷയം വല്ലാതെ അവിടെ വിഷമിച്ചു. അവന്റെ മക്കളും അനാഥകളായി നിൽക്കേണ്ട അവസ്ഥയിലായി. ഹല്ലേലൂയ. എന്ത് വഴിയാണ് ഇനി മുന്നിലുള്ളതെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദൈവം അവരെ കൈവിട്ടില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം, നിങ്ങൾ കടക്കണിയിലാണോ? സാമ്പത്തിക ഞെരുക്കത്തിലാണോ? കടക്കാരൻ നിന്റെ വീട്ടിൽ വന്ന് അസഭ്യം വിളിച്ചു പറയുകയാണോ? കടക്കാരൻ നിന്റെ വീട്ടിൽ നിറങ്ങാതിരിക്കുകയാണോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നീ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നെങ്കിൽ പൂർണ്ണമായിട്ട് നിന്നെ വിട്ടുകൊടുക്കണം കേട്ടോ. വിട്ടുകൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ദൈവം നിന്നെ കൈവിടത്തില്ല. ചിലരെന്ന് പറഞ്ഞാൽ കർത്താവിനെ ആശ്രയിക്കും, അല്ലാത്തടത്തും ആശ്രയിക്കും. ഇരുതോണിക്കാല് ദൈവത്തെ മാമൂനെ അങ്ങനെയുള്ളടത്തും ദൈവം പ്രവർത്തിക്കുന്നില്ല കേട്ടോ. നീ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്താൽ പ്രവാചക ശിഷ്യന്റെ വീട്ടിന്റെ പ്രശ്നത്തെ പരിഹരിച്ചൊരു ദൈവം നിന്റെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വരും. രക്തം ചെയ്യും. യേശുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെടും. അവൾ ഓടി, അല്ലെങ്കിൽ പ്രവാചക അന്റെ അരികിലേക്ക് ചെയ്യുന്നത്. ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ അവൾക്ക് പ്രശ്നം നേരിട്ടപ്പോൾ അവൾ ഓടി ഏലിശയുടെ അരികിലേക്ക് ചെന്നത്. ഏലിശയോടാണ് നിലവിളിക്കുന്നത്. ഏലിശയുടെ ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിനക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ, നിന്റെ കുടുംബത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, നീ ദൈവദാസന്മാർ അരികിലേക്ക് കടന്നു വന്ന് അവരോട് നിന്റെ വിഷയങ്ങൾ പറയുന്നെങ്കിൽ അവർ നിനക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കും. പിന്നെ നീ വേറെ അങ്ങോട്ട് ഓടരുത് കേട്ടോ. ഇവിടെ ഓടിച്ച് വേറെ അങ്ങോട്ടും പോയി ഓടരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടി നടക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ സ്വതം പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ കടം വന്നു കഴിയുമ്പോൾ, കടബാധ കയറിക്കഴിയുമ്പോൾ, കടക്കാർ വീട്ടിൽ വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ആ കടക്കാർ വന്ന് അസഭ്യം പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടൊരു പരിഹാരം കണ്ടെത്തും. അതിനുവേണ്ടി അന്നേരം വിശ്വാസവും ദൈവത്തെയൊക്കെ അന്വേഷിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ട് ദൈവസേന വരും. പിന്നെ അവർ ദൈവസേന വന്ന് കേൾക്കും. പിന്നെ അവര് പഴയ ആ കല്ലിയ പന്ത് പിറക്കി നടക്കുന്ന, ഫുട്ബോൾ പിറക്കി നടക്കുന്ന പോലെ വീണ്ടും അവരതിലേക്ക് തന്നെ പോകും. ഹല്ലേലൂയ. കാരണം ഈ ക്രിക്കറ്റൊക്കെ കളിക്കുന്നിടത്ത് കാണാം ജനം അമ്മ പന്ത് ഓടി നടന്ന് പിറക്കുന്ന പോലെ. അപ്പം പ്രശ്നം ഉണ്ടായ എല്ലാവരും അങ്ങനെ ആ സമയത്ത് വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല കേട്ടോ. യേശുവിൽ നീ വിശ്വസിക്കണം. കർത്താവിന് വേണ്ടി നീ വിശ്വസിക്കണം. അപ്പൊ ദൈവം അവരെ കൈവിട്ടില്ല. ആ കടം വീട്ടുന്നതിന് വേണ്ടി ദൈവം ഒരു പുതിയ വഴി കണ്ടുപിടിച്ചു. അല്ലേ? പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തി അല്ലെങ്കിൽ യേശുവിനെ നിലവിളിച്ചപ്പോൾ ദൈവം അവരെ കൈവിട്ട് കളയാതെ അവളുടെ കടം വീട്ടുന്നതിന് വേണ്ടി എൻ്റെ ദൈവം ഒരു പുതിയ വഴി ഏലിശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. രക്തം ചെയ്യാതെ നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചില പുതിയ വഴികളെ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം വിധവയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. നമുക്ക് അതിന്റെ ചരിത്രഭാഗം വായിച്ചു പോകാം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായി എന്റെ ഭർത്താവ് മരിച്ചുപോയി,
നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ചടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിശ അവളോട് ഏലിശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, പറയുക, നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിച്ചു. ആ നിലവിളി ഏലിശ ഏറ്റെടുത്തു. അവനത് അവന്റെ ജീവിതത്തിൽ ആ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏലിശ ദൈവം ഉപയോഗിക്കുക. അവളുടെ നിലവിളി കേട്ട് കഴിഞ്ഞപ്പോൾ ഏലിശ, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം, നിന്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിക്കുക. അതെ, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ഒറ്റ ഭരണി എണ്ണയുള്ളൂ. ഹല്ലേലൂയ. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീ നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക. ആ വേദഭാഗമാണ് വായിച്ചത്. ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളതാ. വീണ്ടും കേൾക്കാൻ നല്ല സന്തോഷം, വായിക്കാൻ നല്ല സന്തോഷം, അത്ഭുതം കാണാൻ വലിയ സന്തോഷം, നിങ്ങളുടെ കഷ്ടതയിൽ ഈ വചനമൊന്ന് പ്രസംഗിക്കാൻ ഒരു സന്തോഷം. ഈ ഭാരം അനുഭവിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വചനത്തിന്റെ ആഴങ്ങളും നിറഞ്ഞിട്ട് അല്ലേരിയ നല്ല സന്തോഷവും കുടുംബമായി മാറണം. നിന്റെ കുടുംബത്തിനെ കണ്ണതിന്റെ മാറ്റാൻ പോവുക. അപ്പൊ നിന്റെ കുടുംബത്തിനകത്ത് ഒരു ഭരണി എണ്ണയുള്ളെങ്കിലും അത് പ്രവാചകന്റെ മുമ്പിൽ ഉള്ളു തുറന്ന് സംസാരിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ്, നീ വീട്ടിൽ ചെന്ന് അയൽപക്കത്തുള്ള എല്ലാവരോടും വേർപാത്രങ്ങൾ വാങ്ങുക. അത് വീട്ടിൽ കൊണ്ട് നീ നിന്റെ മക്കളും അകത്ത് കടന്ന് കടച്ചിട്ട് ആ ഒരു ഭരണി എണ്ണ മറ്റുള്ള പാത്രത്തിലേക്ക് പകരുക. അങ്ങനെ അവൾ ആ ഭരണിയിലെ എണ്ണ പകരുന്തോറും ഭരണി നിറഞ്ഞുകൊണ്ടിരുന്നു, പാത്രങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും പാത്രം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, പാത്രമൊന്നും ഇല്ലമ്മേ, ഉള്ള എല്ലാ പാത്രവും തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ എണ്ണയുടെ ആമി നിറഞ്ഞ് കവിയുന്ന അനുഭവം നിന്നു. അവളോടി പ്രവാചകന്റെ അരികിലേക്കാണ് വന്നത് കേട്ടോ. അവൾ ഓടി ഇങ്ങോട്ട് വന്നത് പ്രവാചകന്റെ അരികിലേക്കാ. പ്രവാചകനോട് പറഞ്ഞു, എന്റെ പ്രവാചക ഏലിശ, ആമേ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ഭരണിയെല്ലാം നിറഞ്ഞു, പാത്രമില്ലാതെ എണ്ണ നിന്നു. അപ്പം പ്രവാചകൻ പറയാം, നീ ചെന്നത് വിറ്റ് കടമെല്ലാം തീർത്ത് നിന്റെ മക്കളും നിങ്ങളുടെ ഉപജീവനം കഴിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അത്ഭുതം നടന്ന ദൈവസഭയിലേക്ക് ഓടി വരത്തില്ല. എന്റെ പാസ്റ്റേ, വീട്ടിൽ അത്ഭുതം നടന്നു, ആമേ, നമ്മുടെ പ്രാർത്ഥന കേട്ടൊന്നും വരത്തില്ല. അവരന്നേരത്തിന് വേറെ കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക, രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കഷ്ടത മാറണമെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ നീ ഉള്ളു തുറന്ന് ദൈവത്തോട് സംസാരിച്ച് ദൈവദാസ്യദാസനോട് കളവ് പറയാതെ, വ്യാജം പറയാതെ, സത്യസന്ധമായ രീതിയിൽ നീ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകും. പുതിയ പ്രവർത്തികളെ നീ അയക്കുമെന്ന് രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. എനിക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭ, ദൈവമക്കൾ ഇനി വിശ്വാസത്തിൽ കടന്നു വരാത്ത അനവധി കുടുംബങ്ങൾ കടഭാരത്താൽ നിറഞ്ഞു നിൽക്കുന്നവരാ. കടഭാരം, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണെടുത്ത് ബിസിനസ് ചെയ്ത്, കൃഷി ചെയ്ത്, ആട്ടുപാട് കന്നുകാലികളെ വാങ്ങി മക്കളെ പഠിപ്പിച്ച്, മക്കളെ ജോലിക്ക് അയച്ച്, വീട് പണിത്, അങ്ങനെ വിവിധ നിലകളിൽ കടമെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരെ പോലെ കണ്ണുനീരിന്റെ നിലയിൽ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ടെന്ന്. ഹല്ലേലൂയ. എങ്ങനെ കടം വീട്ടും? കടക്കാരോട് എന്ത് പറയും? അവർ വന്ന് അസഭ്യം പറയും, മക്കളെ പിടിച്ചുകൊണ്ടുപോകും, അടിമയാക്കും, കുടുംബം അനാഥപ്പെട്ടു പോകും, എല്ലാം നഷ്ടപ്പെടും, പേരുവഴി ആധാരമാകും എന്നൊക്കെ ചിന്തിച്ച് മനം കലങ്ങിയിരിക്കുന്ന ശ്രോതാവി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ദൂത്, നിന്റെ പ്രശ്നത്തിന് യേശു പരിഹാരം നൽകാൻ ആഗ്രഹിക്കും. നീ ദൈവത്തിലേക്ക് വാ. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് വാ. നിന്റെ ഹൃദയം അവിടെ ഇവിടെ വെക്കാതെ നീ യേശുവിലേക്ക് വന്ന് ഈ കാണുന്ന മുഴുലോകത്തെ സൃഷ്ടിച്ചണ്ട കടാകത്തെ, അഖിലാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന സർവജ്ഞാനിയായ ദൈവം, സർവശക്തൻ ആയ ദൈവം, സർവശക്തിയുള്ള ദൈവം ഹല്ലേലൂയ നിന്റെ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങളെ തീർത്ത് തരും. പ്രൈസ് ദി ലോർഡ്.
എങ്ങനെ തീർക്കും? ആകാശത്തിന്റെ ഗിരിവാതിലുകൾ തുറന്ന മാലാഖി 3:10 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ എഫേസ്യർ 1:3 ഈ വചനങ്ങൾ ചേർത്ത് വായിക്കണം കേട്ടോ. നിന്റെ അവസ്ഥ മാറ്റാൻ പോവുക ദൈവം. സ്തോത്രം. നിന്റെ കരച്ചിൽ മാറ്റാൻ പോകുക, നിന്റെ കണ്ണുനീര് മാറ്റാൻ പോവുകയാ. നിന്റെ കുടുംബത്തിൽ സന്തോഷത്തിന്റെ അനുഭവം അല്ലെ ആർപ്പുള്ളിയുടെ അനുഭവത്തെ ദൈവം തരാൻ പോവുകയാ. കടക്കാരി നീ നിന്റെ വീട്ടിലേക്ക് വരത്തില്ല, നിന്റെ മക്കളെ പിടിച്ച് അടിമയാക്കത്തില്ല, നീ ഒറ്റപ്പെട്ടു പോകത്തില്ല. കൊടുക്കുവാനുള്ള പണങ്ങളെല്ലാം കൊടുത്ത് തീർത്ത് ബാക്കിയുള്ളത് കൊണ്ട് നിനക്ക് ഉപജീവനം കഴിക്കുവാൻ വീണ്ടും എത്രോളം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന സ്വത്രം പറയാമോ? വിശ്വസിച്ച് സ്വത്രം പറഞ്ഞാട്ടനെ. ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളോട് പറയാം, നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ ദൈവത്തിന് വരും. ഈ അധ്യായത്തിൽ ഏലിശ ചെയ്ത 5 അത്ഭുതങ്ങൾ വിവരിക്കുന്നു. ഈ അധ്യായത്തിന് ഏലിശ ചെയ്ത 5 അത്ഭുതങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഓരോ ദിവസം ചിന്തിക്കാം. അല്ലേ? ഇവിടെ ഇന്ന് നമ്മൾ ഈ സ്തോത്രം വിധവയുടെ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാദ്യത്തേതാണ് വിധവയുടെ എണ്ണ വർദ്ധിപ്പിച്ചത്. യേശു ചെയ്ത അത്ഭുതങ്ങളോട് ഏലിശയുടെ അത്ഭുത പ്രവർത്തികൾ പല നിലയിൽ സാമ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തിയോട് ഏലിശയുടെ അത്ഭുതങ്ങൾക്ക് വളരെ സാമ്യമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സാധാരണ ജനത്തോടുള്ള ദൈവത്തിന്റെ കരുതലിനെയാണ് അവയെല്ലാം വ്യക്തമാക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സാധാരണക്കാരായിരിക്കുന്ന ജനം തന്റെ അരികിൽ കടന്നു വന്ന അലിയൊക്കെ ഒന്നിനും പ്രാപ്തിയില്ലാത്ത ജനങ്ങളെ യേശു തള്ളിക്കളയാതെ അവരെ കൈ കൊടുത്ത് ചേർത്ത് നിർത്തി അവരെ കരുതി. അതുപോലെ തന്നെയാണ് ഏലിശയുടെ അരികിലേക്ക് കടന്നു വന്ന ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ ഇവരത്തെ കൈവിട്ട് കളയാതെ അവളെ ചേർത്ത് പിടിച്ച വിഷയങ്ങൾക്ക് പരിഹാരം നൽകി കൊടുക്കുന്നു. അല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഏലിശയുടെ കാലഘട്ടത്തിൽ അവൻ സുപ്രസിദ്ധനായിരുന്നുവെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അല്ലാതെ തിരുവെഴുത്തിൽ ഏലിശയുടെ പേര് ലൂക്കോസ് സുവിശേഷം 4:27 മാത്രമേ പറയുന്നുള്ളൂ. ഏലിശ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തെ പ്രവചന ശുശ്രൂഷയിൽ ശക്തനാണ്. ഏലിയാവ് ചെയ്തതിനേക്കാൾ ഇരട്ടി ഏലിയാവ് 7 അത്ഭുതം ചെയ്തപ്പോൾ ഏലിശ 14 അത്ഭുതം ഏലിശയുടെ നാമത്തിലുണ്ട്. അങ്ങനെ ശക്തനായിരുന്ന പ്രവാചകനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞതിന് ശേഷം പുതിയ നിയമത്തിൽ ഒറ്റ സ്ഥലത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലേലൂയ. ലൂക്കോസ് 4 സ്തോത്രം 4:27. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഏലിശ ചെയ്തുപോലെ ചില അത്ഭുതങ്ങൾ നമ്മുടെ പ്രവാചകന്മാരിലൂടെ ചെയ്തിരുന്നെങ്കിൽ എവിടെല്ലാം പേരും പ്രശസ്തിയും പോസും പിന്നെ ലോകം മുഴുവൻ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതിന് പകരമായി ഈ പ്രവാചകനെ ഉയർത്തിയനെന്ന് കണ്ടോ. ഏലിശയെ ഉയർത്തുന്നില്ല ദൈവം കേട്ടോ. ഏലിശയുടെ പേരും പ്രശസ്തിയല്ല. ഈ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം അത്ഭുതം ചെയ്താൽ, നിന്റെ പ്രാർത്ഥനയിൽ അത്ഭുതം ചെയ്താൽ, നീ കടന്നു ചെല്ലുന്ന ഭവനത്തിൽ നീ കടന്നു പോകുന്ന ശുശ്രൂഷയ്ക്കകത്ത് ഒരു അത്ഭുതം ചെയ്താൽ, നിന്റെ നാമത്തെ അല്ല നീ ഉയർത്തേണ്ടത്, യേശുവിന്റെ നാമത്തെ ഉയർത്തണം. നിന്നിലൂടെ പ്രവർത്തിക്കുന്ന യേശുവാണ് നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ഉടയവനെന്നുള്ള ചിന്ത നിനക്ക് വേണം. ചില സ്വന്തം സിദ്ധി കൊണ്ട് സ്വയസിദ്ധി കൊണ്ട് ചെയ്യുന്നവരാ. പണ്ടൊരു ദീവാസം പറഞ്ഞു, ഒരു വെടിക്കുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന്. അങ്ങനെ ഒരു വെടിക്കുള്ള മരുന്നുമായിട്ടാണ് പലരും നടക്കുന്നത്. അതുകൊണ്ട് അവരാ വെടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവരെയും കൂടെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ മരുന്നില്ലല്ലോ, പിന്നെ അതെങ്ങനെ വെടിവെക്കുന്നത്? അങ്ങനെയല്ല കേട്ടോ. ദൈവം നിന്നെ കണ്ട് ചെയ്യിപ്പിക്കുന്നതിന് ദൈവത്തിന് തന്നെ മഹത്വം കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വം നമ്മൾ എടുക്കരുത്. അതുകൊണ്ടാണ് യഹോവയെ ദൈവം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തരും വിട്ടുകൊടുക്കുകയില്ലെന്ന്. അതുകൊണ്ട് പ്രവാചകന്റെ ശുശ്രൂഷയ്ക്കൊക്കെ അത്ഭുതങ്ങൾ നടന്നെങ്കിലും പ്രവാചകന്റെ പേര് പിന്നത്തിൽ എടുത്ത് പരാമർശിക്കാതെ സ്തോത്രം യഹോവയായി ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത് മുഴുവൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ എന്നാൽ ഏലിയാവിന്റെ പേര് പല ഭാഗത്തും വിശിഷ്യ യോഹന്നാൻ സ്നാപകനോട് താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഏലിശയുടെ പേര് ഇല്ലെങ്കിലും ഏലിയാവിന്റെ പേര് പല സ്ഥലത്തുമുണ്ട്. ഏലിയാവിന്റെ പേരിനെ യോഹന്നാൻ സ്നാപകന്റെ പേരോട് സാമ്യപ്പെടുത്തി സംസാരിക്കുന്നത് കാണാൻ കഴിയും. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം ഒരാളെ ഉയർത്തുമ്പോൾ, ദൈവം ഒരാളെ മാനിക്കുമ്പോൾ ആ ആളിനെ എങ്ങനെയൊക്കെ മാനിക്കണം, എങ്ങനെയൊക്കെ ഉയർത്തണം, ആ ആളിന്റെ പേര് എവിടെയൊക്കെ വരണമെന്ന് ദൈവം തീരുമാനിക്കും. അത് ദൈവത്തിന്റെ പരമാധികാരത്തിന് വിട്ടുകൊടുക്കണം. അല്ലേ ഏലിയ? നമ്മളല്ല അത് ചെയ്യേണ്ടത്, ദൈവം ചെയ്യേണ്ടത്. നമ്മളെ ദേശത്ത് വെളിപ്പെടുത്തേണ്ടത് ദൈവിക പദ്ധതിയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പം പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവന്റെ ഭാര്യയായിരുന്ന സാധുവായ ആ സ്ത്രീയെ ഏലിശ സമീപിച്ച് സഹായം ചെയ്തു കൊടുത്തു. ഏലിശയ്ക്ക് അവളോട് സഹതാപം തോന്നി. അവളുടെ കൈവശമുണ്ടായിരുന്ന ഒരു ഭരണി എണ്ണ വർദ്ധിപ്പിച്ച് നൽകി. അപ്പൊ
ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യയായി അവള് ഏലിശയോട് ചെന്ന് വിളിച്ചപ്പോൾ ഏലിശയ്ക്ക് അവളോട് സഹതാപം തോന്നി, മനസ്സരിവ് തോന്നി, അവന് ദയ തോന്നി. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ അരികിൽ വരുന്ന ജനത്തോട് സഹതാപം തോന്നി, ദയ തോന്നി, കരുണ തോന്നി. അവരെ മനസ്സരിവോടെ അവരെ ചേർത്ത് പിടിച്ചതുപോലെ ഈ പ്രവാചകനും ഈ വിധവയായ സ്ത്രീയെ ചേർത്ത് പിടിച്ച് അവളോട് മനസ്സരിവ് കാണിച്ചതുകൊണ്ട് ദൈവം അവിടെ അത്ഭുതം ചെയ്യുക. അല്ലേലിയ. അപ്പം വിധവയ്ക്ക് എത്രമാത്രം വെറും പാത്രങ്ങൾ ഉണ്ടായിരുന്നുവോ അവയെല്ലാം എണ്ണ നിറഞ്ഞു തുളുമ്പി. ദൈവത്തിൽ നിന്നും എന്തുമാത്രം അനുഗ്രഹങ്ങൾ വേണമെന്ന് നാം ആഗ്രഹിക്കുന്നു അത്രത്തോളം തരുവാൻ ദൈവം ശക്തനാണ്. അവളുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹം വേണമായിരുന്നു. അവളുടെ വീട്ടിലുണ്ടായിരുന്ന സകല പാത്രം നിറഞ്ഞു തുളുമ്പുന്ന വിധത്തിൽ ദൈവ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് എത്രമാത്രം അനുഗ്രഹം വേണോ, എത്രമാത്രം നന്മ വേണോ, നിനക്ക് എത്രമാത്രം ഉയർച്ച വേണോ, അത് മുഴുവൻ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിത സ്ഥിതി മാറ്റുവാൻ, നിന്റെ മക്കളെ അവസ്ഥ മാറ്റുവാൻ, നിന്റെ ജോലിക്കകത്ത് ഉയർച്ച തരുവാൻ, നിന്റെ സാലറി വർദ്ധിപ്പിക്കുവാൻ, നിന്റെ കൃഷിയിൽ വിശാലത നൽകുവാൻ, നിന്റെ ആടുമാട് കന്നുകാലികളെ പെരുക്കുവാൻ, ആമേൻ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു ഉയർച്ച തരുവാൻ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം വിധവ ആഗ്രഹിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായി അവളുടെ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങളും യഹോവയായി ദൈവം ഏറ്റെടുത്തതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നമായി നിന്റെ ഭവനത്തിന്റെ സകല പ്രശ്നങ്ങളും യേശു ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുക, രക്തം ചെയ്യും. പക്ഷെ ഒരു കാര്യമാണ്, നിങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കണം. അല്ലേലിയ. ഇവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനൊക്കെ വരും, ഫോൺ വിളിച്ച് ഞാനിവിടെ ഉണ്ടാകും, ഞാനിവിടെ വരും, എല്ലാവരും ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വരും പ്രാർത്ഥിക്കാൻ. ഞാൻ വരുമ്പോൾ തന്നെ പാനോട് പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നത് നിങ്ങൾ വിശ്വാസത്തോടെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുക്കണം, യേശുവിന് കൊടുക്കണം. അല്ലേലിയ. ഇരുതൂടി കാലി വെച്ച് ദൈവത്തെ മാമൂലികളെ സേവിച്ചുകൊണ്ടല്ല നിങ്ങൾ വരേണ്ടത്. ഞാൻ പറയുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സകല മനുഷ്യന്റെ രക്ഷകനായിരിക്കുന്ന നിത്യജീവനെ നൽകുന്ന മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തേക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ പൂർണ്ണമായി നീ വിശ്വസിച്ചുകൊണ്ട് വേണം എന്നെ പ്രാർത്ഥിക്കാൻ. അങ്ങനെ വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ എല്ലാവരും സമ്മതിക്കും കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി പിറ്റേ ദിവസം നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവരുടെ രീതി മാറി, സ്വഭാവം മാറി. വീണ്ടും അവർ വീണ്ടും പഴയ അനുഭവത്തിലേക്ക് തന്നെ. എങ്ങനെ ദൈവം പ്രവർത്തിക്കും? നിന്റെ ഹൃദയമായി യേശു ആഗ്രഹിക്കുന്നത്. പ്രവാചക ശിക്ഷയുടെ ഭർത്താവ് ദൈവഭക്തനായിരുന്നു. അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചവനാ. ആ കുടുംബം ദൈവത്തിന് വേണ്ടി നിലനിന്നതാ. ആ കുടുംബത്തിനകത്ത് നിലവിളിയും പ്രാർത്ഥനയും ദൈവത്തിന് വേണ്ടി നിന്നതൊക്കെ സ്വർഗം രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് അവളുടെ കുടുംബത്തിന്റെ വിഷയം ആരോരും ആരാരും അറിയപ്പെടാതിരുന്ന കുടുംബത്തിനകത്ത് ദൈവം നീതി വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ സ്തോത്രം ദൈവത്തിനും പറയുന്നത്, നിന്റെ വായി വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കുമെന്ന് ദൈവം അരുളിച്ചെയ്തുവെന്ന് സങ്കീർത്തന പുസ്തകം ഹല്ലേലൂയ 81:10 നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കണം. നിനക്കാവശ്യമുള്ള നിന്റെ സങ്കടങ്ങൾ, നിന്റെ വിഷയങ്ങൾ നീ ദൈവത്തോട് നിന്റെ വായി വിസ്താരമായി തുറന്ന് നീ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നിനക്ക് വിശാലമായ അനുഭവത്തെ തരും. ഹല്ലേലൂയ, രക്തം ചെയ്യും. അപ്പം എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആദ്യം കടം വീട്ടുവാൻ എലിശ ആവശ്യപ്പെട്ടു. എണ്ണ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ആദ്യം കടം വീട്ടണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ കടമുണ്ട്. കടമൊക്കെ വന്നു കഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം പൈസ കൊടുക്കാൻ കടം വീട്ട മാർഗം തെളിക്കുമ്പോൾ ആദ്യം കടം വീട്ടത്തില്ല, അവരുടെ ആവശ്യങ്ങൾ നടത്തും. എന്നാൽ ആദ്യം ആദ്യം നിന്റെ കടം വീട്ടണം. അവന് നിവൃത്തിയുള്ളിടത്തോളം ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുതെന്നാണ് എലിശാവ്. നിവൃത്തിയുള്ള ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. നിന്റെ കടം വീട്ടുവാനുള്ള സകല നന്മയും അതിനുള്ള എണ്ണ മുഴുവൻ സ്വർഗത്തിലെ ദൈവം നിന്റെ ഭവനത്തിൽ തന്നിട്ട് അത് വിറ്റ് നീ കടം വീട്ടി ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രവാചകൻ അവളെ ധരിപ്പിച്ചു, അതേ സ്നേഹിത, ആരോടും ഒന്ന് കടപ്പെട്ടിരിക്കരുത്. കൊടുക്കുവാനുള്ളത് കൊടുത്ത് തീർത്തിട്ട് വേണം നിന്റെ ആവശ്യങ്ങളിലേക്ക് പ്രവേശിപ്പാൻ. പണം കയ്യിൽ കിട്ടുമ്പോൾ അത് പണം പേഴ്സിലിട്ട് തിരുമ്പാതെ, അല്ലെങ്കിൽ പണം കിട്ടുമ്പോൾ അത് ആരും കാണാൻ ഒളിച്ചു വെക്കാതെ, പണം നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ കൊടുക്കാനുള്ളത് കള്ളം പറയാൻ വ്യാജം പറയാതെ, നിന്റെ കരങ്ങൾ ഏൽപ്പിച്ച പണം കൊണ്ട് നീ കൊടുക്കാനുള്ളവന്റെ കടം കൊടുത്തു തീർത്ത് സ്തോത്രം, ആരോടും ഒന്ന് കടപ്പെട്ടിരിക്കാതെ ദൈവം നീതിയോടെ നിൽക്കുന്നെങ്കിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ
ഭവനത്തിന്റെ കണ്ണുനീര് തുടച്ച ദൈവം നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതെ, നിന്റെ കുടുംബത്തിൽ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് വിശ്വാസമുണ്ടോ യേശു നിന്റെ കുടുംബത്തിന്റെ കടം തീർക്കുമെന്ന്? നിന്റെ ജീവിതത്തിലെ ബാധ്യതകളെ യേശു തീർക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? നീ എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ കടക്കാരൻ നിന്റെ വീട്ടിൽ നിറങ്ങാതിരിക്കുമ്പോൾ നീ ബ്ലേഡിൽ പൈസയെടുത്ത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ നിന്റെ ഭവനത്തിനകത്ത് അവൻ ഗുണ്ടകളുമായി വന്ന് അസഭ്യം വിളിച്ചു പറയുമ്പോൾ അതിന് ദൈവം പ്രവർത്തിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ യേശുവിലേക്ക് വാ. നീ പൂർണ്ണമായി യേശുവിലേക്ക് വരണം. നിന്റെ കുടുംബത്തെ നോക്കാതെ, ചാർച്ചക്കാരെ നോക്കാതെ, ബന്ധങ്ങളെ നോക്കാതെ, അയൽവാസിയെ കൊണ്ട് നീ നാണം നോക്കുന്നില്ല, തറവാട് പറയാതെ, പാരമ്പര്യം പറയാതെ, മുമ്പ് നീ നിന്നിടത്തും നിനക്കൊരു അത്ഭുതം കിട്ടാതെ, നിന്റെ പ്രശ്നം പരിഹാരമില്ലാതെ വരയുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, സഹോദര, നീ യേശുവിലേക്ക് വാ. നിന്റെ പ്രശ്നം യേശു പരിഹരിക്കും. നീ ലക്ഷ്യം കൂടാതെ യേശുവിലേക്ക് വരണം. അവങ്കിലേക്ക് നോക്കി പ്രകാശിച്ച് അവരുടെ മുഖവും ലജ്ജിച്ചു പോയതിനും സങ്കീർത്തനം വായിക്കുന്ന പോലെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ ഒരുത്തി ദൈവത്തെങ്കിലേക്ക് നോക്കി അവൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. അതെ, അവളുടെ കുടുംബത്തിനകത്ത് സമൃദ്ധിയ, നിന്റെ കുടുംബത്തിനകത്ത് സമൃദ്ധിയെ തരാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ സകല കടങ്ങളും തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ സകല കടങ്ങളും തീർത്ത് ദൈവം നിന്നെ പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് പഴയതൊക്കെ ഒന്ന് മാറ്റിവെച്ച് പുതിയതിനെ നിന്റെ ജീവിതത്തിലേക്കൊന്ന് സ്വീകരിക്കുക. ഹല്ലേലൂയ. രക്തം ചെയ്യണം. ഹല്ലേലൂയ. നീ പല വാതിലുകളും മുട്ടി നോക്കിയില്ലേ? പലരോടും ചോദിച്ചില്ലേ? പലരോടും പറഞ്ഞില്ലേ? പലരോടും നിന്റെ കടബാധ്യത തീർക്കുവാൻ നീ പറഞ്ഞില്ലേ? ആരും നിന്നെ സഹായിച്ചു? ആരെങ്കിലും നിനക്ക് സഹായമായി വന്നോ? ഒരു കുഞ്ഞു പോലും വന്നില്ല. എന്നാൽ യേശു നിന്നെ കടം തീർക്കുവാൻ ആഗ്രഹിക്കുക. ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തിയായിരുന്നവൾ ഒരിക്കലും മറ്റും ഓടിപ്പോയില്ല. ആരോടും അവളുടെ സങ്കടങ്ങൾ പറഞ്ഞില്ല, ആരോടും അവൾ ചോദിച്ചില്ല. അവൾ ദൈവത്തിന് നിലവിളിച്ചപ്പോൾ ആ നിലവിളിയുടെ നടുവിലാണ് ദൈവം ഏലിശയെ എഴുന്നേൽപ്പിക്കുന്നത്, ഏലിശയെ അവളുടെ കൺമുമ്പിലേക്ക് എത്തിക്കുന്നത്. അവൾ ഓടി ഏലിശയുടെ അരികിലേക്ക് വന്നപ്പോൾ അത് അവളുടെ കുടുംബത്തിന്റെ വിടുതലായി. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നിന്റെ കുടുംബത്തിനകത്തൊരു വിടുതല് യേശു തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ വചനത്തിൽ നീ ആശ്രയിക്കുക. യേശു നിന്നോട് സംസാരിക്കുമെന്ന്. യേശു നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യും. അല്ലെങ്കിൽ ആരോടും ഒന്നും ബാധ്യതകൾ കടപ്പെട്ടിരിക്കാതെ നിന്റെ കടബാധ്യത പൂർണ്ണമായിട്ട് ദൈവം തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്നെ ധനത്തിലൊത്തണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്ത് തരുമെന്ന് ഫിലിപ്പി ലേഖനം 3:19 അന്ന് വായിച്ചു നോക്കേണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായി തീർത്തു തരാൻ ദൈവം വിശ്വസന. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ആ കുടുംബത്തിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. അവനൊരു ദൈവഭക്തനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവനായി, ദൈവഭക്തനായി നിങ്ങൾ കുടുംബത്തിനകത്തിരുന്നാൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതം ചെയ്തു. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 128 അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം വാക്യം വായിക്കുന്നുണ്ട്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഈ പ്രവാചക ശിഷ്യയുടെ ഭർത്താവ് ഈ പ്രവാചകൻ വളരെ ദൈവഭക്തനായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. ആ പ്രവാചകൻ മരിച്ചെങ്കിലും ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അല്ലേ? ഈ വചനം പറയുമ്പോൾ അല്ലേയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പണമോ സൗന്ദര്യമോ അല്ലെങ്കിൽ സൂത്രം ഉണ്ടായാൽ മാത്രം പോരാ. നിങ്ങളെ ഉയർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് പണവും പ്രതാപവും സൗന്ദര്യവും ഉണ്ടായാൽ മാത്രം പോരാ സമ്പത്ത് ഉണ്ടാകാൻ. പിന്നെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന, ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യ, കുടുംബത്തിനുണ്ടായിരിക്കും മക്കളും. ഭാര്യയും മക്കളും ദൈവത്തിനും ഭർത്താവിനും കീഴ്പ്പെട്ടിരിക്കുന്ന കുടുംബത്തിനകത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് 128 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം പറയുന്നത്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. കണ്ടോ? കുടുംബത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്ന ഭർത്താവിനെ മാനിച്ച്, ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഭാര്യ, ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്ന അപ്പന് കീഴ്പ്പെട്ടിരിക്കുന്ന മക്കൾ, അങ്ങനെയുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വരും. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നതിന്റെ കുടുംബം യേശുവിനോട് വിട്ടുകൊടുക്കുക. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, മക്കൾ അപ്പനമ്മയ്ക്കും വിധേയപ്പെട്ട് കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ, യേശുവിന് നീ കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് 128 സംഗീതം പറഞ്ഞത്, യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുവെന്ന്. ഹല്ലേലൂയ. 128 സംഗീതം 1 വാക്യം വായിക്കുക. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യവർണ്ണയാണ് 1 വാക്യം ആരംഭിക്കുന്നത്. ശരിയായ ഭാഗ്യത്തിന്റെ അടിസ്ഥാനം യഹോവ ഭക്തിയാണെന്നാണ്. ശരിയായ ഭാഗ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടം ദൈവഭക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തോടുള്ള ഭയവും അവന്റെ വഴികളിലൂടെ നടപ്പുമാണ് ഒരു മനുഷ്യനെ ഭാഗ്യവാനാക്കുന്നത്. യഥാർത്ഥമായി ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തിന് കീഴ്പ്പെടൽ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നത്, ദൈവത്തിന്റെ വഴി നടക്കുന്നതാണ് ഒരുവനെ നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ ഭാഗ്യവാനാക്കുന്നത്. അപ്പൊ ഹാനോക്കിനെയും നോഹയും മറ്റും മാതൃകാ പിതാക്കന്മാരുടെ നടപ്പ് മാതൃകളായി നാം ദൈവസന്നിധി നമ്മെ തന്നെ സ്വീകരിക്കും. ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് ഒരു ഭാഗ്യമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ഹാനോക്ക് നോഹയൊക്കെ ദൈവത്തോട് ചേർന്ന് നടന്നവരാ. ഹാനോക്ക് 65 വയസ്സിൽ മെഥൂശലേഖനെ ജനിപ്പിച്ചതിന് ശേഷം 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന മക്കളെയും മരുമക്കളെയും പിന്നെയും മക്കളെ ജനിപ്പിച്ചു എന്നുള്ളതാണ്. മക്കളെയും മരുമക്കളെയൊക്കെ കണ്ടു അവൻ ദൈവത്തോട് കൂടെ നടന്നുകൊണ്ട് അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. അതൊക്കെ ഉൽപ്പത്തി പുസ്തകം 5:21-25 4 വാക്യങ്ങളിൽ ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തെങ്കിൽ ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നോഹയുടെ കുടുംബത്തിനും ദൈവം കൃപ കൊടുത്തു. പിന്നത്തേത് നോഹ ദൈവത്തോട് ചേർന്ന്, അതുകൊണ്ട് അവനും അവന്റെ ഭാര്യയും മക്കളും അവർ 8 പേർ ജലപ്രളയത്തിൽ രക്ഷ നേടി. കുടുംബത്തെ ദൈവം മാനിച്ചതേ, നിന്റെ കുടുംബത്തിനകത്തെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിനെ കഴിയും. സ്വഭാവി ഇന്ന് പകൽ നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നല്ല ലഭിക്കുന്ന മുഴുവൻ മദ്യഷാപ്പി കൊണ്ട് കൊടുക്കാതെ, ലഭിക്കുന്ന ബീവറേജ് കൊണ്ട് കൊടുക്കാതെ, മാറിക്കൊണ്ട് കൊടുക്കാതെ, ലഭിക്കുന്ന പൈസ മുഴുവൻ കഞ്ചാവിനും ചരസിനും കറുപ്പിനും കാറ്റിനും ഹെറോയിനും പ്രൊഫഷനും ഇന്നത്തെ ഈ എല്ലാം വിഷത്തിന് നീ കൊടുക്കാതെ, വിഷം വാങ്ങി നീ ഉപയോഗിച്ച് നീ ഒരു മനോരോഗിയായി മാറാതെ നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയെ ഭയപ്പെട്ടതിന്റെ വഴി നടക്കുന്ന ദൈവം ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും, നീ ഭാഗ്യവാൻ. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ശ്രോതാവ്, നിന്റെ കൈകളുടെ അധ്വാന ഫലം പാടത്തും പറമ്പിലും കല്ലിനോടും മണ്ണിനോടും കോറിയോടും പണിയെടുത്ത് ചോര വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അധ്വാനിച്ചുകൊണ്ടാണ് വാങ്ങണം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുവോ, അതോ ബാറുകാരോ ബീവറേജുകാരോ അതിവിടുത്തെ അനാശാസ്യമായി നടക്കുന്ന രീതികളിൽ നിന്റെ പൈസ ചെലവഴിച്ച് ചൂതാട്ടങ്ങളിൽ ലഹരി മാഫികൾക്കാണോ നിന്റെ പൈസ കൊടുക്കുന്നത്? അങ്ങനെയുള്ള നിന്റെ കുടുംബം നശിച്ചു പോകും. നീ അധ്വാനിക്കുന്നത് നീ ബാറിനും ബീവറേജിനും അല്ലെങ്കിൽ കള്ളുഷാപ്പിനും കൊണ്ട് കൊടുത്ത്, ലഹരി ഉൽപ്പന്നക്കാർക്ക് കൊണ്ട് കൊടുത്ത്, ലോകത്തിന്റെ ചൂതാട്ടങ്ങൾ കൊടുത്ത്, ഇവിടുത്തെ അശ്ലീലമായ ജീവിതത്തിന് കൊണ്ട് കൊടുത്ത്, ഇവിടുത്തെ സിനിമാ തിയേറ്ററിൽ കൊണ്ട് കൊടുത്ത് നീ ജീവിച്ച നിന്റെ കുടുംബം ശൂന്യമായി തീരും. ഹല്ലേലൂയ. വചനം പറഞ്ഞു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുവന്ന. അത് പ്രവാചക ശിഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവൻ ദൈവത്തിന് വേണ്ടി യഹോഭക്തനായിരുന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കടം വന്നപ്പോൾ കടം തീർക്കുവാൻ വേണ്ടി ദൈവം ഏലിശയെ എഴുന്നേൽപ്പിച്ച് ഏലിശയുടെ പുതിയ പ്രവർത്തനങ്ങൾ ചെയ്ത കുടുംബത്തിന്റെ കടം വീട്ടിൽ കൊടുത്ത ദൈവം. അതെ, ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ കടം വീട്ടുവാൻ ആഗ്രഹിക്കുന്ന ദൈവസ്ഥലേക്ക് മടങ്ങി വാ. വിശുദ്ധ ജീവിതം നയിക്ക്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് നീ പോകരുത്. ഈ ലോകത്തിന്റെ അന്ധകാരത്തിലേക്ക് പോകരുത്. ഇവിടുത്തെ ബീവറേജിന്റെ ഉടമകളെയും കള്ളുഷാപ്പുകാരെയും ബാറുകാരെയും നീ പണക്കാരനാക്കിയാൽ അവന്റെ മക്കൾ വിദേശത്ത് പോയി പഠിച്ച് എഞ്ചിനീയറും നല്ല ഡോക്ടർമാരും MBAക്കാരും BBAക്കാരും ഒക്കെ ആയി അവന്റെ മക്കൾ സയന്റിസ്റ്റുകളായി മാറുമ്പോൾ നിന്റെ മക്കൾ എന്ത് ചെയ്യും? നിന്റെ മക്കൾ വഴിയെ തെണ്ടി നടക്കും. നീ കിട്ടിയതെല്ലാം കൊണ്ടുവന്ന് അവര് കൊടുത്ത് അവന്റെ മക്കൾ പഠിച്ച് നിന്റെ മക്കൾ ഇപ്പോൾ വഴിയെ നടന്ന തെണ്ടുക. അണിയില്ല, ജോലിയില്ല. അവന്റെ മക്കൾ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ സയന്റിസ്റ്റും ഒക്കെ വിമാനം പറത്ത പൈലറ്റും ഒക്കെയാ. അല്ലെങ്കിൽ നിന്റെ മക്കൾ എവിടെ പോയി? നിന്റെ മക്കൾ എന്താ ചെയ്യുന്നത്? നിന്റെ മക്കൾ ഉയർച്ചയുണ്ട് ശ്രോതാവേ. നീ ഉണ്ടാക്കിയ പണമൊക്കെ എവിടെ? നീ കൊടുത്തില്ലേ കൊണ്ടവന്? നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. നിന്നെ ചൂഷണം ചെയ്യുന്ന ഈ കിരാതന്മാർക്ക് വേണ്ടിയിട്ടല്ല നീ ജീവിക്കും. നിന്റെ അധ്വാനം അങ്ങോട്ടല്ല, നിന്റെ അധ്വാനം നിന്റെ കുടുംബത്തിനകത്ത് വരണം. പ്രവാചക ശിഷ്യന്റെ ഒരു പൈസ ഒരു ബാറിലോ ബീവറേജിലോ കള്ളുഷാപ്പിലോ അല്ലെങ്കിൽ അന്നത്തെ അനാശാസ്യ പ്രവണ ചൂതാട്ടങ്ങൾ തിയേറ്ററിലോ കൊടുത്തതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. അവൻ ദൈവഭക്തനായി അവന്റെ കുടുംബത്തെ നേരോടെ നടത്തിയവനാ. അതുകൊണ്ട് അവൻ മരിച്ച ശേഷം അവന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് നീതി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. രക്തം ചെയ്യുന്ന യേശുവിലേക്ക് വാ. നിന്റെ പ്രശ്നങ്ങൾ ദൈവം പരിഹരിക്കും.
ഈ വചനമൊക്കെ യാഥാർത്ഥ്യമോ കേട്ടോ, രക്തം ചെയ്യും. ഈ വചനം സംസാരിക്കുമ്പോൾ ഇന്ന് കടക്കണിയിലൂടെ കടന്നു പോകുന്ന അനേക വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ സകല പ്രശ്നങ്ങളെ ദൈവം തീർത്ത് ദൈവം നിന്നെ വിടുവിച്ച് സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ വചനം നീ അനുസരിക്കണം, പ്രമാണം അനുസരിക്കും, പ്രമാണത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. അവിടെ ഇവിടെയല്ല, യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. 115 സംഗീതം വായിക്കുന്നത് കാണുന്നുണ്ട്. 115 സംഗീതത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13, 14 വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്: യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അതെ, പ്രവാചകൻ എലീശ, പ്രവാചക ശിഷ്യയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഭരണി എണ്ണ, ആ എണ്ണ കൊണ്ട് അവൾ അയൽവക്കത്ത് മേടിച്ച പാത്രങ്ങളിലെ നിറയോളം പകർന്ന് അത് വിറ്റ് കടം തീർത്ത്, ഹല്ലേലൂയ, തീർത്ത് ആരോടൊന്ന് കടപ്പെട്ടിരിക്കുക ബാക്കിയുണ്ട് ഉപജീവനമാർഗം നടത്തുവാൻ പ്രവാചകൻ എലീശ അവളോട് പറഞ്ഞെങ്കിൽ അവൾക്ക് മനസ്സിലായി, ഹല്ലേലൂയ, എൻ്റെ ദൈവം വലിയവനാണെന്ന്. അതുകൊണ്ട് ഇവിടെ വേദപുസ്തകം പറയുകയാണ്, ഹല്ലേലൂയ, ആമീൻ, അവൻ യഹോഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. അത് ഈ വിധവയുടെ വീടിനെ ദൈവം അനുഗ്രഹിച്ചില്ല, പിന്നെ എന്തുകൊണ്ട് നിന്റെ വീട് അനുഗ്രഹിക്കത്തില്ലെന്ന് നീ ചിന്തിക്കുന്നു? ഈ വിധവയുടെ വീട് അനുഗ്രഹിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായി പുതിയ നിയമത്തിൽ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവസ്ഥനിക്ക് മടങ്ങി വരിക. അപ്പൊ യഹോവയെ ഭയപ്പെടുന്ന ഓരോ മനുഷ്യനെയും കർത്താവ് അനുഗ്രഹിക്കുന്നത് ആമീൻ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. നീതിമാന്മാരുടെ സന്തതി ആഹാരം ഇരയ്ക്കുന്നത് ആമീൻ എവിടെയും കാണുകയില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ് മുതലായി 3 പിതാക്കന്മാർ യഹോവയെ ഭയപ്പെട്ട് നടന്നതുകൊണ്ട് ലോകപരമായും ആത്മീയപരമായും ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അതെ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫൊക്കെ ദൈവത്തെ ഭയപ്പെട്ടവരാ, ദൈവത്തിന്റെ വഴിയിലൂടെ നടന്നവരാ. അവര് പിന്നെത്തിയതിൽ അവരുടെ തലമുറയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആമീൻ. ദൈവത്തെ ഭയപ്പെട്ടവന്റെ പ്രാലുര്യ വചനങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കണം. ദൈവ കൽപ്പനകൾക്ക് അനുസൃതമായി നിങ്ങൾ നടക്കണം. കർത്താവിനുള്ള ജ്ഞാനം തന്നെ നിങ്ങളുടെ ഭാഗ്യം. ദൈവികമായ ജ്ഞാനമാണ് നിനക്ക് ആവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് സദൃശവാക്യം, ഹല്ലേലൂയ, സ്തോത്രം, 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. എബ്രായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിന് പ്രമാണമായ ജീവിതത്തിന്റെ ദീർഘകാല അനുഭവത്തിൽ നിന്ന് ചാലിച്ചെടുത്ത അർത്ഥസന്തുഷ്ടമായ പ്രവാചക വാക്യമാണത്. സദൃശവാക്യം, ഇയ്യോബ്, സദൃശവാക്യം, സഭാപ്രസംഗി, ഹല്ലേലൂയ. ഈ 3 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും വിജ്ഞാന ഗ്രന്ഥങ്ങളാണ്. 1-ാം അധ്യായത്തിൽ ആദ്യത്തെ 6 വാക്യങ്ങളിൽ ജ്ഞാനം പ്രായോഗിക തലത്തിൽ പ്രാപിക്കണമെന്ന് പറഞ്ഞിട്ട് 7-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അത് ദൈവഭക്തി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവികമായ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ. ദൈവികമായ ജ്ഞാനം നിനക്കില്ലാത്തതുകൊണ്ട് നിന്റെ അധ്വാനബലം കൊണ്ട് നീ കള്ളുഷാപ്പിലേക്ക് കൂടുന്നത്, ബീവറേജിലേക്ക് കൂടുന്നത്, മയക്കുമരുന്നിലേക്ക് കൂടുന്നത്, ജട്ടികമായ അശ്ലീലമായ ജീവിതം നയിക്കുന്ന ചൂതാട്ട കേന്ദ്രങ്ങളിലേക്ക് നിന്റെ അധ്വാനബലം കൊണ്ട് നീ തിയേറ്ററിലേക്ക് കൂടുന്നത് നിനക്ക് ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ദൈവമായ ജ്ഞാനം നിനക്കുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നീ അടങ്ങി ദൈവത്തെ സ്തുതിച്ച് ദൈവസഭയോട് ചേർന്ന് ആരാധനയ്ക്ക് മഹത്വം കൊടുത്ത് നീ നിന്റെ കുടുംബവും ദൈവത്തെ സ്തുതിക്കും. ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി നീ കടത്താൽ നിറയപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഇറങ്ങിയിട്ട് അപ്പം പ്രവാചകന്റെ ഭാര്യയുടെ എലീശ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്, ആ പാത്രങ്ങളിൽ നീ വെച്ചിരിക്കുന്ന എണ്ണ പകരുക എന്ന് പറഞ്ഞ് ആ പാത്രങ്ങളിൽ എണ്ണ പകർന്നുകൊണ്ടിരുന്നു. പകരും തോറും എണ്ണ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇനി പകരുവാൻ പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞുവിടെ എണ്ണ നിന്നുപോയി. ഒരു വലിയ അത്ഭുത കുടുംബത്തിൽ നടന്നു. അതെ, നിന്റെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പോയി. പ്രവാചക ശിക്ഷ വീട്ടിൽ ഒരു ഭരണി എണ്ണയുള്ളൂ. നിന്റെ കയ്യിൽ വെറും 100 രൂപയുള്ളെങ്കിൽ, അല്ലെങ്കിൽ ആ 100 രൂപയും കൊണ്ട് നിന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കയ്യിലുള്ളത്, അവളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയുള്ളെന്ന് അവൾ തുറന്ന് പറഞ്ഞതുപോലെ നിന്റെ കയ്യിലുള്ളത് നീ തുറന്ന് പറഞ്ഞ് ദൈവത്തെ ഏൽപ്പിക്കുന്നെങ്കിൽ അതുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് നിന്റെ പ്രശ്നങ്ങൾ മാറ്റം, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ പോകുകയാണ്. ഇനി നിന്റെ കുടുംബത്തിനകത്ത് ബ്ലേഡുകാർ കടന്നു വരാതെ, കടക്കാർ, പലിശക്കാർ, കൊള്ള പലിശക്കാർ കടന്നു വരാതെ നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരങ്ങളിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ ശ്രോതാവേ?
നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയായി ദൈവത്തിന് ശുശ്രൂഷിക്കുന്നത്. നിന്റെ കണ്ണുനീര് കണ്ടിട്ടായി ദൈവത്തിന് ശുശ്രൂഷിക്കുന്നത്. ആമീൻ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യയുടെ കണ്ണുനീർ കണ്ടിട്ടാണ് ദൈവയുടെ പ്രവാചകനെ ഏലിശ അയച്ചതെങ്കിൽ നിന്റെ ഭാരം കണ്ടിട്ടാ, നിന്റെ പ്രശ്നം കണ്ടിട്ടാ, നിന്റെ പ്രതികൂലം കണ്ടിട്ടാ, നിന്റെ കണ്ണുനീര് കണ്ടിട്ടാ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ദൈവം അറിഞ്ഞിട്ടാണ് ഈ വചനം പ്രസംഗിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയും നിനക്ക് വിടുതലിന് വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. പ്രൈസലോ ഹല്ലേലൂയ. രക്തം ചെയ്യും. ഒന്ന് ആമേനൊക്കെ പറഞ്ഞ് ഈ വചനമൊക്കെ ഏറ്റെടുത്ത് ഹൃദയത്തിനകത്തൊന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് ഇടം കൊടുക്കുന്നേ. നിന്റെ ഭവനം യേശുവിന്റെ സമർപ്പിക്കുക. നിന്റെ ജീവിതം യേശുവിന്റെ സമർപ്പിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം, അവൾ കടമെല്ലാം വിറ്റ് തീർന്ന് അവളോട് മക്കളോടുകൂടി ആനന്ദമായി ജീവിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങളുടെ കലത്തിലെ ഹല്ലേലൂയ, നിങ്ങളുടെ ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ, നിങ്ങളുടെ ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ, നിന്റെ അടുക്കളയുടെ ശൂന്യത, നിന്റെ ജീവിതത്തിന്റെ ശൂന്യത മുഴുവൻ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ ഏലൊരു എന്ന് പറഞ്ഞല്ലേ 23 സംഖ്യ 6 വാക്യം പറഞ്ഞല്ലേ, നന്മയും കരുണിന്റെ ആഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും, ഞാനും ഒക്കെ ഇവിടെ ദീർഘകാല ബസ്സിൽ ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ അവസരം ദൈവം തരിക. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് വന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കടക്കണിയാൽ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങൾക്ക് ദൈവം ചില അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കും. വചനം എന്താണ്? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെയും പിടിച്ചടിമകളാക്കുവാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞ വാക്കിന് നടുവിൽ ഏലിശയുടെ വലിയ ദൈവ അത്ഭുതം ദൈവം ചെയ്താതെ ഈ വചനത്തിനു വേണ്ടി വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിനകത്തും ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചാട്ട് മനം തകർന്ന് ഭാരപ്പെട്ട് വേദനയുടെ ദുഃഖത്തോടെ കടക്കണിയാൽ കടന്നു പോകുന്ന കടക്കാരി വീട്ടിൽ നിറങ്ങാതെ അസഭ്യം വിളിച്ചു പറയുന്ന സാഹചര്യത്തില് മരണം മാത്രം മതി, ആത്മഹത്യ മാത്രം മതി, ഇനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് നാട് വിട്ട് പോയൊക്കെ ഇന്ന് ചിന്തിച്ചിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നീ ഉള്ളു തുറന്ന് ദൈവത്തോട് നിന്റെ സങ്കടം പറയുന്നത് അവന്റെ മുമ്പിൽ നിന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ സകല കാഷ്ടതയും മാറ്റി ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 800 കോടി ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ അന്യ കർത്താവി സ്തോറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവ്, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിരിക്കുന്ന ജനത്തെ, അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസൈനിക അതിർത്തികൾക്കാക്കുന്ന VCR, ക്രമസമാധാന വാല നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാംശങ്ങളുടെ പോലീസിന് വിവിധ സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുന്ന ഫയർസ്റ്റേഷൻ കർത്താവ് പോലെ എക്സൈസ് ഫോറസ്റ്റ് ജുഡീഷ്യൽ വിഭാഗങ്ങൾ, സഹകരണ പുതുമേൽ, ആരോഗ്യ, സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന എല്ലാ ഭാഗ്യമേഖലയിലും ആയിരിക്കുന്ന കർത്താവ് സ്തോത്രം, കാർഷിക മേഖല, ക്ഷീരമേഖലയിലും, പാടത്തും പറമ്പിലും കോറിയിലും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന, ചോര വീർപ്പാൻ കഷ്ടം സഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവ് കനികളിലും കമ്പനിയിൽ ഫാക്ടറിച്ച് വലുതും ചെറുതുമായ വ്യാപാരി വ്യവസായികളിലെയും നഗരങ്ങളിൽ എത്തിക്കുന്ന കടലോരവാസികൾ, സമുദ്രങ്ങളിൽ മത്സ്യനാഴത്തെ കടന്നു മത്സ്യ കർഷക, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടൈസൂട്ടർ എല്ലാ ഹെവിവാൻ ഓടിക്കുന്നവരെയും വാഹനങ്ങൾ സെയിൽസ് ചെയ്യുന്നവർ, ഹല്ലേലൂയ കർത്താവ് ഈ സമയം സാമൂഹിക സംസ്കാരം, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി സയൻസിലൊക്കെയായി കർത്താവ് ഫർദീഷ പാട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഐശ്വര്യം, ബാല്യ, കൗമാരി, യൗവനത്തിൽ തട്ടവണയിലായിരിക്കുന്നവർക്കായി, മദ്യത്തിന്, മയക്കും, പാൻചലകയ്ക്ക് വണ്ടികൊണ്ടിട്ട് കുടുംബം തകർന്ന കടക്കണിയാൽ ഭാരപ്പെടും ജീവിതത്തിൽ നടപടി നേരിടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ദേശത്ത് കടന്ന് ജോലി നഷ്ടപ്പെട്ട, വിസാപത്തിൽപ്പെട്ട ഭാരപ്പെട്ട, വിദേശത്ത് അടവിലായിരിക്കുന്നവർ, ദേശത്ത് പാസ്പോർട്ടിന് ആഗ്രഹിക്കുന്നവർ, മണരാണ്ടി കഷ്ടം സഹിക്കുന്നവർ, വരപ്പെടും നാട്ടിൽ കടന്നെടുക്കുന്ന അസാധനം കിട്ടാതെ ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന സൗര്യമാർ, കർത്താവ് വിദേശത്ത് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, പഠനത്തിന് പൈസയ്ക്ക് ഭാരപ്പെടുന്ന, വീസ കൊടുക്കാൻ മാർഗമില്ലാതെ കുടുംബത്തിന്റെ നന്മയ്ക്ക് തടസ്സമായിരിക്കുന്ന അനവധി കുടുംബങ്ങളെ ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെത്തിക്കാൻ ഭവനത്തിനകത്ത് കടം വാങ്ങി കടം കൊടുക്കുവാനുള്ള എല്ലാവരും മുറ്റത്തും അസഭ്യം പറയുമ്പോൾ ഇന്ന് പകൽ കർത്താവ് സകല കുടുംബത്തെ ദൈവം മാനിച്ചനുകരിക്കണമേ. ഈ പ്രവാചകരുടെ ഭവനത്തിൽ ഒരുപാട് എണ്ണയെ വർദ്ധിപ്പിച്ച ദൈവമേ, ഇതൊക്കെ സകല കുടുംബത്തിന് കഷ്ടങ്ങൾക്ക് മാറ്റം കൊടുക്കണമേ. ജനം ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ, യേശുവിനെ കടന്നു വരട്ടെ. കർത്താവ് സുവിശേഷ വിരോധികൾ, സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികളെ ദൈവത്തോട് കൊണ്ടയാണ് ക്രൈസ്തവ അഴിച്ചുവിടുന്ന എല്ലാ സാത്താന്യ ശക്തികളെയും, എല്ലാ സാത്താന്യ ആരാധനകളും, സാത്താന്യ കൂട്ടുകളും, എല്ലാം ഓൺലൈൻ സാത്താന്യ ആരാധനകളും യേശുവിന്റെ നാമ
നാമത്തെ ശാസിക്കുന്നു. ദൈവത്തിന് വചനത്തിന് സുവിശേഷം ക്രൈസ്തവ സമൂഹത്തിൽ വിരോധം വ്യാപിക്കുന്ന സകല പേശാചികളെയും ദൈവമേ അവിടെ സന്ദർശിക്കണമേ. കർത്താവേ, കേരളത്തിൽ ലോകരാൻ സമാധാനം ഐക്യനായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. കർത്താവിനെ വേറെ സ്നേഹിച്ച് കടന്നു പിടിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ കുടുംബങ്ങൾ തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത ഭവനം, തലമുറയിലെ തലമുറ തകർന്ന കുടുംബജീവൻ തകർന്ന് സ്ഥാനപ്പെടുവാൻ ഈ കർത്താവ് രോഗികളായവർക്ക് സൗഖ്യം കൊടുക്കാൻ വാർത്തക സഹജമായ ഭാരപ്പെട്ട് വിടിവിക്കപ്പെടാനായി അമ്മയെ തകർന്ന് കിടക്കുന്ന എല്ലാ മേഖലയും ദൈവത്തിന്റെ കരമിതുപോലെ അത്ഭുതം ചെയ്യണമേ. എല്ലാ കുടുംബത്തിനും ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.